DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിലെ LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗത്തിന് പകരമായി PNG ഗ്യാസ് നൽകുവാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ വീടുകളിൽ LPG സിലിണ്ടറുകൾക്ക് പകരം കൂടുതൽ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നടപടികൾ ശക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി എനർജി ട്രാൻസിഷൻ വേഗത്തിലാക്കാനും ജില്ലാതലത്തിൽ നടപടികൾ ശക്തമാക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PNG ശൃംഖല ലഭ്യമായ പ്രദേശങ്ങളിൽ ഒരേ സമയം LPG PNG കണക്ഷനുകൾ കൈവശം വെക്കുന്നത് തടയുന്നതിനുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നടപ്പിലാക്കാനും നിർദ്ദേശമുണ്ട്. പെട്രോളിയം സെക്രട്ടറി നീരജ് മിത്തൽ ഓഗസ്റ്റ് 21 സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നടപടിയിലൂടെ പൈപ്പ് വഴിയുള്ള ഗ്യാസ് വീടുകളിൽ എത്തുന്നവർക്ക് LPG ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാതെയാകും. മുൻപ് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് LPG വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഖത്തർ, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ LPG വിതരണത്തിൽ തടസ്സം നേരിട്ടത് തുടർന്ന് സിലിണ്ടർ ബുക്കിങ്ങിനും വാണിജ്യ സിലിണ്ടറുകൾ നൽകുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ LPG ഗ്യാസ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ നിയന്ത്രണം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തിൽ പ്രതിസന്ധി നേരിട്ട സമയത്തും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകം ഉപയോഗിക്കുന്നതിനാൽ PNG ഗ്യാസ് വിതരണത്തെ ഇത്തരം പ്രതിസന്ധികൾ ബാധിച്ചിരുന്നില്ല. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും വിവിധ സിറ്റി ഗ്യാസ് കമ്പനികളുടെയും കീഴിൽ പൈപ്പുകളിലൂടെ വീടുകളിലെത്തിക്കുന്ന ഗ്യാസ് വിതരണത്തെ സംഘർഷം യാതൊരു വിധത്തിലും ബാധിച്ചിരുന്നില്ല. അതിനാൽ വീടുകളിലേക്കുള്ള വിതരണത്തിലും യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയതുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് LPG ഗ്യാസിന് പകരം പൈപ്പ് വഴിയുള്ള ഗ്യാസ് വിതരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ കേന്ദ്ര സർക്കാർ നടപടികൾ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ 2026, LPG കൺട്രോൾ ഓർഡർ എന്നിവ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. LPGക്ക് പകരം പൈപ്പ് വഴിയുള്ള PNG ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ സിറ്റി ഗ്യാസ് വിതരണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതൽ നൽകുന്ന കണക്ഷനുകൾക്ക് 20 SCM അഥവാ സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ വീതം കമ്പനികൾക്ക് അധികം ലഭ്യമാക്കുമെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലും പൈപ്പ് വഴിയുള്ള വീടുകളിലേക്കുള്ള ഗ്യാസ് വിതരണ കണക്ഷൻ നടപടികൾ പല ജില്ലകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീടിന് മുന്നിലൂടെ പോവുകയാണെങ്കിൽ ആ കണക്ഷൻ എടുക്കുന്ന കാര്യം പരിഗണിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്, LPG ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കൾ EKYC പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. 1 വർഷത്തിനിടെ EKYC നൽകിയിട്ടുള്ളവർ വീണ്ടും നൽകേണ്ടതില്ല. ഇതുവരെ KYC പൂർത്തിയാക്കാത്തവർക്ക് മാത്രമാണ് ഇത് സംബന്ധിച്ച സന്ദേശം എണ്ണ കമ്പനികൾ അയക്കുന്നത്. EKYC പൂർത്തീകരിക്കാനുള്ളവർ എത്രയും വേഗം അത് ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ സിലിണ്ടർ ബുക്കിങ്ങിനൊക്കെ തടസ്സം നേരിട്ടേക്കും. KYC നൽകാത്തവർ 14 കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് അനുസൃതമായ വാണിജ്യ വില നൽകേണ്ടിയും വന്നേക്കും. സെപ്റ്റംബർ 1 മുതലൊക്കെ സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിൽ നിലവിലുള്ള നിയന്ത്രണം മാറുകയാണെങ്കിൽ KYC അപ്ഡേഷൻ പൂർത്തിയായവർക്ക് മാത്രമേ അതിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. നിലവിൽ സിറ്റിയിലുള്ളവർക്ക് 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് 45 ദിവസവും കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിലിണ്ടറിന് ബുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വേർതിരിവ് പലയിടത്തും തർക്കത്തിനും കാരണമാകുന്നുണ്ട്. അതിന് പ്രധാന കാരണം വീട് എവിടെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, ഗ്യാസ് ഏജൻസി എവിടെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പലയിടത്തും ഈ ബുക്കിംഗ് നിയന്ത്രണം നടപ്പിലാക്കുന്നത്. ഒരു ഗ്യാസ് ഏജൻസിയുടെ വിതരണ മേഖല മിക്കപ്പോഴും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും. ആ സാഹചര്യത്തിൽ പട്ടണത്തിലുള്ള ഒരു ഗ്യാസ് ഏജൻസിയുടെ കീഴിൽ വരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾക്കും 45 ദിവസത്തിന് പകരം 25 ദിവസം കഴിയുമ്പോൾ സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. അതേസമയം ഗ്രാമപ്രദേശത്തെ ഗ്യാസ് ഏജൻസിയുടെ കീഴിൽ വരുന്ന പട്ടണ പ്രദേശങ്ങളിലെ വീടുകളിലുള്ളവർക്ക് 25 ദിവസത്തിന് പകരം 45 ദിവസം കഴിഞ്ഞാണ് ബുക്ക് ചെയ്യുവാൻ കഴിയുന്നതെന്നും പരാതികളുണ്ട്. സെപ്റ്റംബർ 1 ഗ്യാസ് വിലയിലും ബുക്കിംഗ് നിയന്ത്രണങ്ങളിലും മാറ്റം വരുമെന്ന് സൂചനയുണ്ട്. വീടുകളിലെ പാചകവാതക ആവശ്യത്തിന് വേണ്ട ഗ്യാസുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.